2020 മാർച്ച് അഥവാ ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാ കക്ഷികളും ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടും പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുമ്പുമൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വച്ചിട്ട് കേരളത്തിൻ്റെ തെക്കോട്ട് യാത്ര നടത്തുന്ന പല നേതാക്കന്മാർക്കും, ആ കക്ഷികൾക്ക് അല്ല, പല നേതാക്കന്മാർക്കും ഉണ്ടാകുന്നത് ദുരനുഭവങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നയിച്ചിട്ടുള്ള ആയിട്ടുള്ള നേതാക്കന്മാരുടെ അവസ്ഥകളും പിന്നെ കന്യാകുമാരിയിൽ നിന്ന് വടക്കോട്ട് യാത്ര നടത്തിയിട്ടുള്ള ദേശീയ നേതാക്കന്മാരുടെ അവസ്ഥകൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര തിരിക്കുന്ന പല നേതാക്കന്മാരും രാഷ്ട്രീയമായി പിന്തള്ളപ്പെടുന്നു പോകുന്ന അവസ്ഥകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതെല്ലാ പാർട്ടിയിലും സംഭവിച്ചിട്ടുള്ളതാണ്. അത്ര ശോഭനമായ ഒരു യാത്രയല്ല അതിൻ്റെ രീതി. അതായത് ഈ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് തെക്കോട്ട് യാത്ര തിരിക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇയാളുടെ ജീവിതത്തെയും ഇയാളുടെ പ്രവർത്തനത്തെയും ഭാവിയൊക്കെ ഒരുപാട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമായി ഞാൻ പറയട്ടെ, ഈ യാത്ര നടത്തുന്ന നേതാക്കന്മാർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പൊതുവെ അല്ല പറയുന്നത്, നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി പലപ്പോഴും ദുരന്തപൂർണമായിരിക്കും അല്ലെങ്കിൽ ശോഭനമായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിഷ ദീപത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയ വിശകലന വീഡിയോ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും അതുപോലെ പ്രണാമം. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും സീറ്റ് നിലയും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പ്രധാന കക്ഷികളായ രണ്ട് കക്ഷികളായിട്ടുള്ള CPMൻ്റെയും അതായത് LDFൻ്റെയും UDFൻ്റെയും അവരെ നയിക്കുന്ന പാർട്ടികളുടെയും കാര്യങ്ങളാണ് പൊതുവെ നമുക്ക് എത്ര സീറ്റ് കിട്ടും എന്നൊക്കെയാണ് നോക്കുന്നത്. പ്രധാനമായും ഞാൻ ഇതിനകത്ത് അവലംബിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ, രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയായിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കാം, പ്രചരണമായിരിക്കാം കേരളം നടക്കാനായിട്ട് പോകുന്ന. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് CPMൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ടതായിരിക്കും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കാൻ പോകുന്നത്. എങ്കിലും ഈ CPMൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ രൂപീകരണം, അതായത് ആ ജാതകമാണ് അവലംബിക്കുന്നത്. CPM ആണ് ഈ ഒരു LDFൻ്റെ നേതൃത്വ നിലയിലുള്ളത് എന്നുള്ളത് കൊണ്ട് CPMൻ്റെ ജാതകമാണ് ഈ ഒരു ഇലക്ഷനിൽ അവലംബമായിട്ട് ഞാൻ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 1964 ഒക്ടോബർ 31 ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിഭജിച്ചുകൊണ്ട് കൽക്കട്ടയിൽ വെച്ച് കൽക്കട്ട കോൺഗ്രസിൽ വെച്ചിട്ട് 1964 ഒക്ടോബർ 31 CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമാകുന്നത്. ഒരു 5 ദിവസം നീണ്ടുനിന്ന സമ്മേളനമാണ്. എന്നാലും നമുക്ക് ആദ്യത്തെ ഒരു ദിവസത്തെ അതിൻ്റെ ഒരു ജാതകം വെച്ചുകൊണ്ടാണ് നമ്മളിത് നോക്കുന്നത്. കൃത്യമായൊരു ജാതകം എന്ന് പറഞ്ഞാൽ ലഗ്നമൊന്നും കൃത്യമായി ചന്ദ്രലഗ്നാലും സൂര്യനാലും ആണ് നമ്മൾ ജാതകം നോക്കുന്നത്. കാരണം കൃത്യമായ സമയം നമുക്ക് ലഭിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്കൊരു പരിമിതിയുണ്ട് ഇതിനകത്ത്. പൂര നക്ഷത്രത്തിലാണ് ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സമയം നമുക്ക് നോക്കുന്നത് ചന്ദ്രാല് നോക്കുവാണെങ്കിൽ ലഗ്നം എന്ന് പറയുന്നത് ചിങ്ങക്ഷേത്രമാണ്. അവിടെ നിൽക്കുന്നത് ചൊവ്വയാണ്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, 3ാം ഭാവത്തിൽ ആദിത്യനും ബുധനും അതുപോലെ ഗുളികൻ നിൽക്കുന്നു. 4 ഗ്രഹങ്ങളിൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാശി എന്ന് പറയുന്ന കേതുവാണ്. 6ൽ ആരുമില്ല. 6ാം ഭാവാധിപതി ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്നു. 8ൽ ആരുമില്ല. 9ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. ആ വ്യാഴത്തിൻ്റെ 9ാം ഭാവസ്ഥിതി, ആ 9ാം ഭാവസ്ഥിതി കൊണ്ട് തന്നെ ആ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകദേശം ഒരു ആധിപത്യം സ്വീകരിക്കാനായിട്ട് സാധിച്ച ഒരു ഭാഗമാണ്. മന്ത്ര സ്ഥാനമായിട്ടുള്ള ഭാഗത്ത് വ്യാഴം വന്ന് നിൽക്കുന്ന ഒരു രാശിയാണ്. അപ്പോൾ ആ രാശിയിലാണ് ഈ പാർട്ടിയുടെ രൂപീകരണം എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ലോകത്ത് തന്നെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിട്ട് മാറാനൊക്കെ ആയിട്ട് കാണിച്ചു ഉണ്ടായതും, അതുപോലെ അതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMനേക്കാൾ കൂടുതൽ ആധിപത്യമൊക്കെ നേടാനൊക്കെ സാധിച്ചതും, ജനഹൃദയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തൻ്റെതായ സ്ഥാനം നേടാനൊക്കെ സാധിച്ചതും ഈ 5ാം ഭാവത്തിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നൊരു സമയമുണ്ടല്ലോ, അത് മാർച്ച് മാസമാണെങ്കിൽ, ഏപ്രിലാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാർച്ച് മാസത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ ലഗ്നാധിപനായിട്ടുള്ള ആദിത്യൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
അത്രയും ശോഭനമായ ഒരു ഭാവി പ്രവചിക്കാനായിട്ട് CPM-ന് സാധിക്കില്ല. അതുപോലെ തന്നെ രാഹുകേതു ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ടും പലപ്പോഴും പലതരത്തിലുള്ള പ്രതിരോധം തീർക്കേണ്ടതായിട്ട് വരും. അതായത് CPM നേരിടാൻ പോകുന്നത് തങ്ങളുടെ ഭരണ നൈപുണ്യങ്ങളെയും ഭരണ നേട്ടങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നതിനേക്കാൾ ഉപരി പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ അവരുടെ ആരോപണങ്ങളെ എതിരിട്ട് ജയിക്കുക എന്നുള്ളതായിരിക്കും അവർ ഈ ഇലക്ഷനിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ടും പാർട്ടിയെ പൊതുവും ആയിട്ട് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാരോപണങ്ങളിൽ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള കാര്യങ്ങളെ കാണാൻ നമുക്ക് സാധിച്ചതാണ്. അത് തന്നെ ആവർത്തിക്കാനാണ് ഒന്ന് സാധ്യത. അനവധി ആരോപണങ്ങളിൽ പ്രധാനമായിട്ട് നടത്താൻ പോകുന്ന ഒരു ഭാഗം ഇപ്പോൾ വെട്ടിലാക്കാൻ പോകുന്ന ഒരു കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയിട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും നല്ല വെല്ലുവിളികൾ സ്വീകരിക്കും ജനഹൃദയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായതും മുഴുവൻ ഈ ശബരിമല എന്നൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് തന്നെയാണ് ആ ഒരു കേസ് പരിഗണിക്കപ്പെടുന്നത്. ഈ ഒരു പരിഗണിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഇടതാപ്പ് നയം സ്വീകരിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ഇതിനു മുമ്പുള്ള പ്രഖ്യാപിത നയങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും CPM-ന് പലതരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ശബരിമലയിൽ നടന്ന വൻപിച്ച ആ ഒരു സ്വർണ്ണക്കൊള്ളയും മറ്റുമൊക്കെ മുൻനിർത്തി നോക്കുവാണെങ്കിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഈ ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ട അവസ്ഥ വരികയും അത് അവരുടെ നയം അത് നേരത്തെ പ്രഖ്യാപിത നയം ഈ ഒരു സമയത്തും അത് ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ ഒരു ഇലക്ഷനിൽ CPM-നെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും തിരിച്ചടിക്ക് ഒരു സാധ്യത ഉള്ള സമയമാണ്. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ ജാതകത്തിൽ ലഗ്നത്തിൽ അംശിച്ചിരിക്കുന്ന ആദിത്യ ക്ഷേത്രത്തിൽ അംശിച്ചിരിക്കുന്ന ചൊവ്വ ആണ് തീർത്തും വളരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഗ്രഹം അവരുടെ 12ാം ഭാവത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ആ സമയത്തുള്ളത്. 12ാം ഭാവത്തിലേക്ക് മറയുന്ന സാധ്യതയായതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടതായിട്ടുള്ള സമയം ഉണ്ടാകും. വളരെ വലിയ തിരിച്ചടികൾക്ക് സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല എത്രയെല്ലാം ഘടകകക്ഷികളെ മാത്രം പിടിച്ചു തന്നാലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങൾക്കും മറ്റും ഉണ്ടാകും. വ്യക്തിപരമായ പ്രത്യാരോപണങ്ങൾ നേതാക്കന്മാർക്ക് എതിരെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു ആരോപണ രീതിയായിരിക്കും പലപ്പോഴും പ്രതിപക്ഷത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാനുള്ള സാധ്യത. മാത്രമല്ല അവർ ഉയർന്ന ആരോപണങ്ങൾ തന്നെ പലതുവർക്ക് തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലായ ഒരു സമയമായിട്ട് വരും. ഇനി CPM ഈ ഇലക്ഷനിൽ നേടാൻ പോകുന്ന അല്ലെങ്കിൽ CPM അല്ല LDF നേടാൻ പോകുന്ന സീറ്റ് എന്ന് പറയുന്നത് 50 സീറ്റിനും 52 സീറ്റിനും ഇടയ്ക്കായിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം അവർക്ക് അത്രയും നേടാൻ സാധിക്കുന്നത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷത്തിൻ്റെ അവരുടെ ശക്തിക്ഷയം കൊണ്ടും ശക്തിക്കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതായിരിക്കും ഒരു ജാതകത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ആസ്ട്രോളജിക്കൽ കാൽക്കുലേഷനിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്തരം സീറ്റുകളാണ് നേടാനായിട്ടുള്ള സാധ്യത വരാനായിട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ ആദ്യത്തെ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പല MP-മാരും കേരളത്തിലേക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂര്, അതുപോലെ തന്നെ KC വേണുഗോപാൽ പോലെയുള്ള കേരളത്തിലെ കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്നവരും കേന്ദ്ര നേതൃത്വ ഭാവത്തിൽ ഇരിക്കുന്ന ആളുകളുമൊക്കെ തന്നെ ഈ ഒരു ഇലക്ഷനിലേക്ക് ഈ നിയമസഭാ ഇലക്ഷനിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ പല ഘടകകക്ഷികളും LDF-ൽ നിന്ന് UDF-ലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പല പ്രമുഖ കേരള കോൺഗ്രസുകളിൽ ചില കേരള കോൺഗ്രസുകൾ വിഭജിക്കാനും ഒക്കെയുള്ള സാധ്യതകളും ഒക്കെ കൂറുമാറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില പ്രമുഖ നേതാക്കന്മാർ ഇപ്പം ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന പല നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും അവർ കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ UDF-ഉമായിട്ട് ഒരു അനുഭാവ രീതിയിൽ അവർ പ്രവർത്തിക്കാനും അതുപോലെയുള്ള പ്രസ്താവന നടത്താനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലുള്ള നേതാക്കന്മാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു പ്രമുഖ നടൻ അങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട് മത്സരിക്കാൻ തയ്യാറായിട്ട്. അങ്ങനെ പല ആളുകളും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായിട്ടുള്ള പല ആളുകളും ഇടതുപക്ഷത്തിൽ വിട്ട് BJP-യുടെയോ അതല്ലെങ്കിൽ UDF-ൻ്റെയോ ഭാഗമാകാനായിട്ടൊക്കെ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കോൺഗ്രസിന് ഈ ഒരു ഇലക്ഷനിൽ നേടാൻ പോകുന്ന സീറ്റ് എന്ന് പറയുന്നത് 80-83 സീറ്റാണ് നേടാനായിട്ട് പോകുന്നത്.
80 മുതൽ 83 സീറ്റ് വരെ ഇടയിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BJPയുടെ സീറ്റ് ഞാൻ പറഞ്ഞു, 3 സീറ്റ് മുതൽ 5 സീറ്റ് വരെയാണ് BJP നേടാൻ പോകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരിക്കും കോൺഗ്രസ് പോവുക. അത് പ്രഖ്യാപിതമായിട്ട് മുമ്പോട്ട് പോകില്ല എന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപിതമായ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അങ്ങോട്ട് തന്നെ ആകാൻ ചായ്വുണ്ടാകുക. എന്നാലും പല നേതാക്കന്മാരും അതിനകത്തേക്ക് കടന്നു വരാൻ സാധ്യതകളുണ്ട്. എങ്കിലും കേരളത്തിലെ കേന്ദ്ര നേതാക്കന്മാരുടെ മത്സരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ തുല്യമുള്ള പലതരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഏകകണ്ഠമായ ഐക്യത്തോടു കൂടി ഐക്യമുന്നണി മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാനൊന്നും നമുക്ക് സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും അതിൻ്റെ അകത്ത് അവരുടെ ദുർബലത കൊണ്ട് പലപ്പോഴും സീറ്റുകൾ പലതും ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത നിലവിലുള്ള സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള PV അൻവറെ പോലെയുള്ള നേതാക്കന്മാർ UDFിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ LDFിൻ്റെ ഭാഗമായിരുന്ന സഹയാത്രികരായിരുന്ന പല മാർക്സിസ്റ്റ് നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അവർ തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു സാഹചര്യമാണ്. പിന്നെ കോൺഗ്രസിനെ കൊണ്ട് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം KPCC പുനഃസംഘടന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വ നിരയിലുള്ള പല ആളുകളും കോൺഗ്രസിൻ്റെ സംഘടനാ ഭാഗത്തേക്ക് കടന്നു വരികയും സംഘടനയിലുള്ള പല ആളുകളും ഭരണത്തിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മാറ്റം KPCCയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കാനുള്ള സാധ്യതകളുണ്ട്. നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് ചിലപ്പോൾ കേന്ദ്ര നേതൃത്വ നിലയിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംഘടനാ ചുമതലകളിലേക്ക് പോകാനുള്ള സാഹചര്യം, സംഘടനാ ചുമതല വഹിക്കുന്ന പല നേതാക്കന്മാരും ഭരണത്തിൻ്റെ ഭാഗമാകാനുള്ള സാഹചര്യം ഇവയൊക്കെ നിൽക്കുന്നതാണ്. എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രവചനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ജ്യോതിഷം തന്നെയാണ്. എങ്കിൽ പോലും സാമൂഹ്യ നിരീക്ഷണവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാനുള്ള അവകാശങ്ങളുണ്ട് തീർച്ചയായിട്ടും. എങ്കിൽ പോലും എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്കും ഒരു ജ്യോതിഷൻ എന്ന നിലക്കും രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടും ഈ പല നേതാക്കന്മാരുടെ ഗ്രഹനിലകളും പാർട്ടിയുടെ ഗ്രഹനിലയും ഒക്കെ പരസ്പരം നോക്കിക്കൊണ്ടും കേരളത്തിലെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും മാത്രമാണ് ഞാൻ ഈ ഒരു പ്രവചനം നടത്തിയത്. ഇതിൽ മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രണാമം. നമസ്തേ. Like, share, subscribe.